ഗുഡ് മോർണിംഗ് രാജേഷ്. പൊന്നോണ ദിന ആശംസകൾ. ഗുഡ് മോർണിംഗ് അശ്വതി. എന്തായാലും തിരുവോണ ദിന ആശംസകൾ. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അമൃത ടിവിയുടെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. മഴയാണ് വരും മണിക്കൂറുകളിലെ വില്ലൻ. എങ്കിലും ഓണാവേശത്തിന് ഒട്ടും കുറവില്ല. എല്ലാവരും രാവിലെ എണീറ്റ് സദ്യവട്ടം തയ്യാറാക്കുന്ന ഒരുക്കത്തിലാണെന്നറിയാം. പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് കാണണം, കേൾക്കണം. തീർച്ചയായും രാജേഷ്, ഈ പറഞ്ഞ പോലെ തന്നെ മഴയാണ്. മഴയിൽ മുങ്ങിപ്പോകുമോ പൊന്നോണം എന്നുള്ള ആശങ്കയിലാണ് മലയാളികൾ. രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ സദ്യവട്ടത്തിലൊക്കെ ഉള്ള ഒരുക്കത്തിലായിരിക്കും എല്ലാ മലയാളികൾ എന്ന് പറയാം. പക്ഷേ നമുക്ക് വാർത്തകളുണ്ട്. ഈ ഒരു തിരുവോണ ദിവസമാണെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കണ്ടേ രാജേഷ്? ഒരുപാട് വാർത്തകളുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൊക്കെയുള്ള പ്രതിഷേധമുണ്ട്. ഒപ്പം ഹോർമൂസിലെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഒപ്പം ദേശീയം വിദേശം ഒക്കെയുണ്ട്. ഒപ്പം സ്പോർട്സ് ഉണ്ട്. എല്ലാ വാർത്തകളും ഈ തിരുവോണ ദിനത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കി മടങ്ങിയെത്തും. നന്മയുടെയും പ്രതീക്ഷയുടെയും നിറവോടെ ഇന്ന് തിരുവോണം. തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ ആഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. എല്ലാ പ്രേക്ഷകർക്കും അമൃത ടിവിയുടെ ഓണാശംസകൾ. സംസ്ഥാനത്ത് നിന്നും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം ശക്തം. മലബാറിലെ എംപിമാർ ഇന്ന് നിരാഹാരമിരിക്കും. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ നീക്കമാണെന്ന് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെന്ന് UDFന്റെ ആരോപണം. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ലോകം. ഹോർമൂസ് ഉടൻ തുറന്നേക്കുമെന്ന് സൂചന. താൽക്കാലിക ഇടനാഴി ഉടനെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെന്ന സൂചന. ധാരണയായത് അജിത് ഡോവൽ വാങ് യി പ്രതിനിധി ചർച്ചയിൽ. ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത് 7 വർഷത്തിന് ശേഷം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്ക പൊരുതുന്നു. ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇനി വേണ്ടത് 38 റൺസ്. രാജേഷ്, ഇന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർക്ക് അമൃത ടിവിയുടെ ഞങ്ങളുടെയൊക്കെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പൊന്നോണമാകട്ടെ. വരും ദിനങ്ങളിലും വരും വർഷങ്ങളിലും ഒക്കെ അങ്ങനെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ വാർത്താപ്രഭാതം തുടരുകയാണ്. ആഘോഷ തിമിർപ്പിലാണ് നാട്. നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയിൽ ഓണത്തെ വരവേറ്റ ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്കാണ് രാജേഷ്. യെസ്, തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ തത്സമയ വാർത്തകളുമായി കേരളത്തിലുടനീളം നമ്മുടെ പ്രതിനിധികൾ ഉണ്ട്. കാരണം അതിൻ്റെ ആഘോഷങ്ങളും ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ തിക്കും തിരക്കും ഒക്കെ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയാണ്. ഈ ആവേശം, ഓണം, തിരുവോണത്തെ എങ്ങനെയാണ് മലയാളികൾ വരവേൽക്കുന്നത് എന്ന് നമുക്ക് ഈ രാവിലെ തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം. എത്രത്തോളം വൈകാരികമായാണ് ഈ തിരുവോണത്തെ നേരിടുന്നതെന്നൊക്കെ. ആദ്യം തന്നെ എബിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് എബി, കഴിഞ്ഞ ദിവസത്തിൽ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ ഇല്ലായിരുന്നു എന്ന് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വൈകിയും ഈ അല്ലേ അശ്വതി? അതെ, നെട്ടോട്ടമാണ്. അതായത് മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമാണ് ലാസ്റ്റ് മിനിറ്റ് വരെ അല്ലേ കാത്തിരിക്കുക ഓരോ സാധനങ്ങൾ വാങ്ങാൻ. അതായത് സമയം ഇങ്ങനെ വൈകും തോറുമാണ് ഇങ്ങനെ ആവേശം കൂടുന്നത്. അതെ. എബി, എന്താണ് തലസ്ഥാനത്തുള്ള വിശേഷങ്ങൾ?
രണ്ടുപേർക്കും എന്തായാലും ഓണാശംസകൾ നേരുകയാണ്. ആദ്യമേ തന്നെ തിരുവനന്തപുരത്ത് ഈ ഓണത്തിൻ്റെ ആഘോഷം അതിൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് ഉറക്കമുളച്ച് പോലും കൂടെ ആളുകൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുക്കത്തിലായിരുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഇന്നലെ വൈകിട്ടൊക്കെയും രാത്രി ഏറെ വൈകിയും വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊക്കെ തന്നെയും ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു അവസാനത്തെ ആ ഒരു തിക്കും തിരക്കും ഒക്കെ തന്നെ നമുക്ക് ഈ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഓണത്തിന് വേണ്ടി സർവ്വവിധമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് മലയാളികൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോഴുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അവിടെ മനോഹരമായിട്ടുള്ള പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാധാരണ പൂജകളൊക്കെ തന്നെയുണ്ട്. ഒപ്പം 7 മണിയോടുകൂടി ഈ ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ 8:30 മണിയോടുകൂടി വീണ്ടും ദർശനം തുടങ്ങുമ്പോൾ 10 മണി വരെ നീളും. അങ്ങനെ ആണ് ഇനിയിപ്പോൾ ദർശനത്തിൻ്റെ സമയമുള്ളത്. ഒപ്പം തന്നെ ഏതാണ്ട് 50 വർഷത്തിന് ശേഷം ഇത്തവണ 500 കിലോ അരിയുടെ നിവേദ്യം ഇത്തവണ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 50 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നതെന്നുള്ള. ഒപ്പം തന്നെ 10,000 പേർക്ക് ഇത്തവണ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഓണത്തിനെ എല്ലാ രീതിയിലും ആഘോഷമാക്കിക്കൊണ്ട് തന്നെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ നേരിയ തോതിലൊരു ആശങ്ക ഉണ്ടാക്കുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ ഓണത്തിൻ്റെ ആഘോഷത്തെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ ആഘോഷങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ളതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് ഇവിടെ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓണാഘോഷങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എല്ലാവരുടെയും ഒരു ചിട്ടയായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് ഉള്ള ഒരു തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 മണിയോടുകൂടി 6:30 ആരംഭിച്ച ദർശനം 7 മണിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 8:30 മണിയോടുകൂടിയാണ് ദർശനം ആരംഭിക്കുക. ആ സമയത്ത് ഇനി നമുക്കൊരു വലിയ തിരക്ക് ഇവിടെ ഒരുപക്ഷെ അനുഭവപ്പെടും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ മഴയുടെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഒരു തരത്തിലും ഓണത്തിൻ്റെ നിറപ്പകിട്ടിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് രാജേഷ്, അശ്വതി പ്രതീക്ഷ. എന്തായാലും തിരുവോണത്തെ മഴയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. എബി അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അശ്വതി, ഈ കുട്ടിക്കാലത്തൊക്കെ ഉള്ള കാലങ്ങൾ കഴിയുമ്പോൾ ഓണത്തിൻ്റെ രൂപവും ഭാവവും ശൈലിയൊക്കെ മാറുന്ന രീതിയിലാണ്. പണ്ടൊക്കെ രാവിലെ തന്നെ കുട്ടികളെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് സദ്യവട്ടത്തിലേക്ക് ഒരുങ്ങുന്ന ഒരു ലൈനപ്പായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ മാറി, എല്ലാം അല്ല ഇൻസ്റ്റൻറ്റിലേക്ക് മാറി. എന്തായാലും എന്നിട്ടും അതിൻ്റെ ആവശ്യം ഒട്ടും കുറയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവോണത്തെ വരവേൽക്കാനായി തൃക്കാക്കര ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവോണ ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഓണത്തിൻ്റെ ഐതിഹ്യവും തൃക്കാക്കരയപ്പൻ്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന വിവിധ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കിരണുണ്ട്. കിരൺ, ഞങ്ങൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്, തിരുവോണദിന ആശംസകൾ നേരുകയാണ് കിരണിൻ്റെ കുടുംബത്തിനുമൊക്കെ തിരുവോണദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓണം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഈ തൃക്കാക്കര അപ്പൻ, ഒപ്പം മാവേലി തമ്പുരാൻ ഒക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങളിങ്ങനെ മാറി മറിയുന്നുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ അടക്കം. ഇപ്പോൾ ഈ തൃക്കാക്കരയപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ മഹത്വവും അല്ലെങ്കിൽ ആ ഒരു ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കുന്ന തിരുവോണം വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. ഈ ചടങ്ങുകളിലൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ ഇപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് കിരൺ? ഒപ്പം മഴയുണ്ടോ, എങ്ങനെയാണ്, തിരക്കൊക്കെ ഉണ്ടോ അവിടെ? ഏതായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. അശ്വതി, ഞാൻ ഉള്ളത് തൃക്കാക്കര ക്ഷേത്രമാണ്. കൊച്ചിയിലെ സംബന്ധിച്ച് നോക്കിയ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓണാഘോഷത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ട്, അതായത് അത്തനാൾ മുതൽ തന്നെ ആരംഭിച്ച ചടങ്ങുകളാണ്. ഇന്നത്തെ പ്രധാന പരിപാടികളോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളൊക്കെ എല്ലാം തന്നെ അവസാനിക്കുന്നത്. ഈ ഓണവുമായിട്ടുള്ള ഐതിഹ്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത്, ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള കഥകളും ഇതൊക്കെ എല്ലാം തന്നെ ഈ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം നാളിൽ തൃക്കാക്കര അമ്പലത്തിലെത്തുകയും തൃക്കാക്കര അപ്പനെ തൊഴുത് അതിനുശേഷം ഓണസദ്യയും ഉണ്ട്. ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും നീണ്ടൊരു ക്യൂ.
നേരം വെളുത്ത് 7 മണി ആകുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്തിൽ തന്നെ വലിയൊരു ക്യൂ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ആയിട്ടുള്ള ഒരു ക്യൂ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. പുലർച്ചെ തന്നെ രാവിലത്തെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഓണസദ്യയും ആരംഭിക്കും. ഈ ഓണസദ്യ കൂടി കഴിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്നിപ്പോൾ പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പൂജകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ പകൽപ്പൂരമടക്കമുള്ള ചടങ്ങുകളും ഏതായാലും ഈ ക്ഷേത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിനുശേഷം 10 മണിയോടുകൂടിയായിരിക്കും ഏതായാലും ഓണസദ്യ ക്ഷേത്രത്തിൽ ആരംഭിക്കുക. ഏതായാലും ഓണസദ്യ കഴിക്കുന്നതിനുമായിട്ട് നിരവധി ഭക്തർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഓണത്തിന് എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്, തൊഴാറുണ്ട്. എൻ്റെ നാട് ഇവിടെ തൃക്കാക്കരയാണ്. എല്ലാ വർഷവും തൊഴാറുണ്ട്. എങ്ങനെയാണ് തൃക്കാക്കരപ്പന ഇന്ന് ദിവസം ദർശിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത? വളരെ പ്രത്യേക ദിവസമാണ് ഇന്നത്തെ ദിവസം തൃക്കാക്കരപ്പന തൊഴുതെന്ന് വെച്ചാൽ മീൻസ് ഇത്രയും ജോലി തിരക്കെല്ലാം ഒഴിവായിട്ട് നമ്മൾ തൊഴാൻ വരുവാണ്. ഓക്കെ, താങ്ക് യു. ഏതായാലും അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തരെല്ലാം തന്നെ വലിയൊരു വിശ്വാസത്തിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യവും എല്ലാം തന്നെ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏതായാലും ശരി കിരൺ, എന്തായാലും ഒരിക്കൽ കൂടി തിരുവോണദിന ആശംസകൾ. രാജേഷ് ഈ പറഞ്ഞ പോലെ തന്നെ തൃക്കാക്കര അപ്പന് ഒരുപാട് ഐതിഹ്യമുണ്ട്. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ അത്തപ്പൂ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നടുക്ക് വെക്കുന്ന, അതായത് മധ്യത്തിൽ വെക്കുന്ന ഒരു ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അതെ അതെ, മധ്യ കേരളത്തിലായിരുന്നാലും അതുകൂടെ തെക്കൻ കേരളത്തിലും അല്ലേ വടക്കൻ കേരളത്തിലും ഒക്കെ ഓരോ രീതിയിലാണ് ഈ അത്തം ഒരുക്കുന്നത് തന്നെ. നമുക്കിനി പത്തനംതിട്ടയിലേക്ക് പോയാലോ. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ആറന്മുളയാണ്. ആറന്മുള സ്വന്തം ജില്ലയാണ്, അതെ, സ്വന്തം നാടാണ്. അതുകൊണ്ട് തന്നെ ആചാരപ്പെരുമയിലാണ് ആറന്മുള ക്ഷേത്രം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ഒരുക്കാനായി വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. തിരുവോണ ദിവസം വലിയ തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ആറന്മുളയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ ദേവിനൊപ്പം ഒരു അതിഥിയുമുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതെ രാജേഷ്, അശ്വതി, നമസ്കാരം. ഇന്നിപ്പോൾ രണ്ടുപേർക്കും ഓണാശംസകൾ. അതോടൊപ്പം ഞാനിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, ശ്രീ കുമ്മനം രാജശേഖരൻ. എങ്ങനെയാണ് ഓണമൊക്കെ എങ്ങനെയാണ്? ഓണം ശരിക്കൊരു വലിയ ജനസമൂഹം ഒന്നാകെ സന്തോഷത്തിലും ആനന്ദത്തിലും തിമിർത്ത് ആടുന്ന ഉത്സവത്തിൽ പങ്കുകൊള്ളുന്ന ഒരു നല്ല കാഴ്ചയാണ് ഈ ആറന്മുളയുടെ പരിസര പ്രദേശത്ത്, പ്രത്യേകിച്ച് പമ്പാനദിയുടെ തീരപ്രദേശങ്ങളിലെല്ലാം. കാരണം ഇന്നലെ ഈ തിരുവോണത്തോണി കാട്ടൂർ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിന്നും കടവിൽ നിന്നും ആരംഭിച്ചതു മുതൽ വാസ്തവം ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒരു രാത്രിയും ഒരു വെളുപ്പിനും എല്ലാം ആ ഒരു തിരുവോണത്തോണി എതിരാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച തിരുവോണത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദർശനമാണ് വളരെ പ്രധാനം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ തിരുവോണത്തോണി വരുന്നതും എതിരേൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു ആനന്ദോത്സവമായി ഈ ഒരു തിരുവോണ ദിവസം മാറുകയാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ത്യാഗത്തിൻ്റെ ഒരു സ്മരണ കൂടി പുതുക്കുകയാണ്. ഇവിടുത്തെ ഒരു കാരാഴ്മ, ഇവിടുത്തെ പൂജാദികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പേർ ഉപവസിക്കുന്നു എന്ന് പറയുന്നത്, അതും തിരുവോണ ദിവസം എല്ലാവരും സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ച് സദ്യയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവിടെ 2 പേർ ഉപവസിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ മഹാത്യാഗമാണ്. ഒരു ഓർമ്മയെ, ഒരു പശ്ചാത്താപത്തോടു കൂടി ഒരു സമൂഹമാണ് വലുത്, മറ്റുള്ളവരുടെ വേദനയും അവരുടെ കഷ്ടപ്പാടും ദുഃഖവുമാണ് തനിക്ക് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു മഹത്തായ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ഉദാത്തമായ ഒരു വിശിഷ്ടമായ സന്ദേശമാണ് നൽകുന്നത്. അങ്ങനെ ഈ ആറന്മുള പരിസര പ്രദേശത്ത് നടക്കുന്ന ഓണാഘോഷങ്ങൾക്കെല്ലാം പ്രത്യേകമായ ഒരു യുണീക്ക്നെസ്, ഒരു പുതുമയുണ്ട്. ഒരു മറ്റുള്ളതിൽ നിന്നും വ്യതിരിക്തമായ ഒരു സ്വഭാവ സവിശേഷതകളുണ്ട് ഇവിടുത്തെ ഓണാഘോഷത്തിന്. ഇവിടുത്തെ ആറന്മുളയെ സംബന്ധിച്ച് ഓണം വലിയൊരു ആഘോഷം തന്നെയാണ്, ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ. അത് ആ പ്രത്യേകതകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ ഓണം എങ്ങനെയാണ് ഇപ്രാവശ്യം? അല്ല, ഞാൻ എല്ലാ വർഷവും ഇവിടെ ഓണക്കാലത്ത് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ വീടുകളിൽ പോവുക, ഇവിടുത്തെ ജനങ്ങൾ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിൽ
എല്ലാവരും ഭേദചിന്തകൾ മറന്ന് എല്ലാ കരകളിൽ നിന്നും ഉള്ളവർ വള്ളപ്പാട്ടും പാടി അങ്ങനെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്, ഒരു സവിശേഷതയാണ്, മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയാത്ത സവിശേഷതയാണ്. ഇപ്പോൾ തന്നെ ഓരോ വള്ളത്തിലും വന്നവർ ഇവിടെ വന്ന് വള്ളപ്പാട്ട് പാടി പ്രദക്ഷിണം വെച്ച് പോവുകയാണ്. ഈ തിരുവോണത്തോണിക്ക് എതിരേൽപ്പ് നൽകിക്കൊണ്ടാണ്. അതിലെ ഏറ്റവും മഹത്തായ സങ്കല്പം ജനങ്ങൾ തന്നെ തിരുവോണത്തോണിയിലേക്ക് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും സമർപ്പിക്കുകയാണ്. പൂർണ്ണമായ സമർപ്പണമാണ്. അതിവിടെ കൊണ്ടുവന്ന് അതെല്ലാം നിവേദിച്ച് പാചകം ചെയ്ത് നിവേദിച്ച് അത് പ്രസാദമായി ഈ തിരുവോണ ദിവസം നാട്ടിലുള്ള എല്ലാവരും വന്ന് ഈ ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ വന്നിരുന്നത് അത് കഴിക്കുന്നു, അന്നപ്രസാദമായിട്ട് കഴിക്കുന്നു. അത് വലിയൊരു സന്ദേശമല്ലേ? ജനങ്ങൾ സമർപ്പിക്കുന്നു, അത് ജനങ്ങൾ തന്നെ എല്ലാവരും കൂടി ചേർന്ന് പാചകം ചെയ്ത് അതൊരു ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കുന്നു. അപ്പോൾ അതിലാണ് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഉജ്ജ്വലമായ ഒരു മാനവികതയുടെ സന്ദേശമുള്ളത്. അത്തരത്തിലാണ് വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ആറന്മുളയിലെ ചില ചടങ്ങുകളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണിയിൽ ഓണവിഭവങ്ങളുമായി ഈ ആറന്മുള തിരുവാറന്മുളയപ്പന് തിരുവോണസദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി രാവിലെ കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി എത്തിയിരുന്നു. അതും നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ ഇവിടേക്ക് എത്തി. എന്തായാലും രാവിലെ മുതൽ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നിപ്പോൾ വള്ളസദ്യ അടക്കം ഇനിയിപ്പോൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ആറന്മുള പത്തനംതിട്ടയെ സംബന്ധിച്ച് ഈ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ നേരിയ മഴ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ആളുകൾ നിരവധി ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അശ്വതി, രാജേഷ്. യെസ്, എന്തായാലും കണ്ണൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മധ്യകേരളത്തിൽ വരുമ്പോൾ മഴ വരുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമ്മൾ പ്രേക്ഷകർക്ക് ഓണാശംസകൾ പറഞ്ഞു, നമ്മുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സിന് ഓണാശംസകൾ പറഞ്ഞു, തിരുവോണാശംസകൾ പറഞ്ഞു. പക്ഷേ അതിനെ പിന്നിൽ പ്രവർത്തിച്ച ക്യാമറാമാർക്ക് പറഞ്ഞില്ല എന്നൊരു വിഷമം എനിക്ക് പെട്ടെന്ന് തോന്നി. കാരണം എന്തായാലും നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും അവരോടുകൂടി നമ്മുടെ തിരുവോണാശംസകൾ അറിയിക്കുക. മാത്രമല്ല നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന PCR ന്യൂസ് ഡെസ്ക് മറ്റ് ജീവനക്കാർക്കെല്ലാം ഞങ്ങൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ തിരുവോണദിന ആശംസകൾ നേരുകയാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും മലബാറിലെ ഓണവിശേഷങ്ങളുമായി രാകേഷ് കൂടി ചേർന്നുകൊണ്ട് നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തെക്കൻ കേരളത്തിൽ അല്ലെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓണം ആഘോഷിക്കുന്നത് വേറെ രീതിയിലാണ്. മധ്യകേരളത്തിൽ അതായത് എറണാകുളം, കൊച്ചി, എറണാകുളം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗത്തൊക്കെ വരുമ്പോൾ പലതരം വേറെ രീതിയിലാണ്. എന്നാൽ മലബാർ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു രീതിയിലാണ് ഓണത്തെ വരവേൽക്കുന്നതും ആഘോഷിക്കുന്നതും. തിരുവോണ ദിനത്തെ പോലും വ്യത്യസ്തമായി തന്നെയാണ് ആഘോഷിക്കുക. എന്തായാലും അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ശൈലിയായി തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. രാകേഷ്, എങ്ങനെയാണ് ഈ വടക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ജനങ്ങൾ ഈ തിരുവോണത്തെ വരവേൽക്കുന്നത്? മാത്രമല്ല ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി, ഒരു വില്ലനായി നിൽക്കുന്നത് മഴയാണല്ലോ. തീർച്ചയായും. ഗുഡ് മോർണിംഗ് അശ്വതി, രാജേഷ്. പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുതൽ കനത്ത മഴയുണ്ട് വടക്കൻ കേരളത്തിൽ. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് ഇത് കാര്യമായി ബാധിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ആരംഭിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വാർത്ത പ്രധാനമായും പറയാനുള്ളത്. ഒപ്പം തന്നെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞതിന് ശേഷം സംരക്ഷണ ഭിത്തി തകർന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ സംഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടും ഇതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല മഴയാണുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് മഴയ്ക്ക് ഒരല്പം ശമനമുണ്ടായത്. പിന്നീട് രാത്രി മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. അത്തരത്തിലുള്ള ഓണാഘോഷങ്ങളിലേക്കാണ് ഇന്ന് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്ന് യെല്ലോ അലേർട്ടുള്ള ജില്ലകളുണ്ട്. ഈ അലേർട്ടുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ കിഴക്കൻ മലയോര മേഖലകളിലേക്ക് ഉൾപ്പെടെ ആളുകളോട് ടൂറിസവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യാത്രകൾ നടത്തരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജേഷ്. യെസ്, രാകേഷാണ് മലബാറിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്. അശ്വതി, ഓണത്തിനെക്കുറിച്ച് ഇനിയിപ്പോൾ
പ്രത്യേകിച്ച് ഇനിയിപ്പം പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനി എന്താണ് ഈ വരും മണിക്കൂറിലുള്ളതെന്ന് കാര്യമുള്ളത്. ഞാൻ നേരെ തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ എല്ലാവരും തിരക്കിലാണ്. രാവിലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു തിരക്കിലാണ്. ക്ഷേത്രത്തിൽ വിവിധ തരത്തിലുള്ള ആചാര പെരുമഴയോടുകൂടി ഉള്ള ഒരു പെരുമയോടുകൂടിയുള്ള ഒരു ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതിനിടയ്ക്കാണ് ഏറ്റവും വലിയ ആശങ്ക എന്താണെന്നറിയാം, മഴ പെയ്യുമോ അല്ലെങ്കിൽ ഓണം മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്ക മലയാളികൾക്കുണ്ട്. നമുക്കറിയാം ഈ തിരുവനന്തപുരത്തൊക്കെ രാവിലെ തൊട്ട് മഴയാണ്. ഇന്നലെ രാത്രിയിലും ഒക്കെ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് നല്ല മഴയാണ്. കോട്ടയം, പത്തനംതിട്ടയിലൊക്കെ നല്ല മഴയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മലയാളികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അല്ലേ? കേരളത്തിൽ പുറത്തും മലയാളികളുണ്ട്. ഇവിടെ ലോകത്തെവിടെ നമുക്ക് തമാശയ്ക്ക് പറയാം, ചന്ദ്രനിൽ പോലും മലയാളികൾ എത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. അത് പറഞ്ഞപ്പോഴാണ് രാജേഷ്, എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഓണാഘോഷം, എനിക്ക് തോന്നുന്നു കേരളത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ, അതായത് ഗൾഫ് അല്ലെങ്കിൽ അതെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മളെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗൾഫ് മലയാളികൾ അടക്കമുള്ളവരാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിന് പുറത്തും മലയാളികൾ ഓണാഘോഷം ഗംഭീരമാക്കുകയാണ്. ഡൽഹിയിൽ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ പ്രത്യേക പൂജകളും പൂക്കളവും ഓണസദ്യയുമെല്ലാം ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരും. ജിഷ്ണു ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവോണ ആശംസകൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവനക്കാരോട് എല്ലാവരും പറയുക ഞങ്ങളുടെ നേരിട്ടുള്ള ഈ ആശംസകൾ. എന്തായാലും അവിടുത്തെ മലയാളികളെല്ലാം ആഘോഷ തിരക്കിലാണല്ലോ. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പ്രത്യേക ദിനത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകൾ, മറ്റ് മലയാളികൾ എങ്ങനെയാണ് ഈ തിരുവോണ ദിനത്തെ വേറിട്ടാക്കുന്നതും മറ്റ് കലാപരിപാടികളൊക്കെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. രാജേഷ്, അശ്വതി ഗുഡ് മോർണിംഗ്. ഓണാശംസകൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഓണാഘോഷം ഗംഭീരമാണ്. അത് ഡൽഹി ആണെങ്കിലും അല്ല ഇനി ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഓണം അല്ലെങ്കിൽ വിഷു അത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം വളരെ ഗംഭീരമായി വളരെ കളറായി ആഘോഷിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. ഇവിടെ ഇത്തരത്തിൽ മലയാളി കൂട്ടായ്മകൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലെല്ലാം ഒത്തുചേരുന്നൊരു കേന്ദ്രം കൂടിയാണ് ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം അത്രയധികം മലയാളികൾ ഈ ഓണദിനത്തിൽ തിരുവോണ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനുമൊപ്പം ഈ ക്ഷേത്രത്തിലേക്കുമായി എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ പൂക്കളം തയ്യാറാക്കിയിട്ട് കാണാം. രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചുകൊണ്ടുള്ള വലിയൊരു പൂക്കളം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ, കൂടാതെ ഓണസദ്യ, ഓണമെന്ന് പറയുമ്പോൾ സദ്യയും അത്രയധികം ഗംഭീരമാണല്ലോ. ഓണസദ്യ അത്തരത്തിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഡൽഹിയിലും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. നമ്മോട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾക്ക് വേദിയൊരുക്കുന്ന ആൾക്കാർ കൂടിയാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഈ ഒരു ഓണാഘോഷം? നമ്മളിപ്പോൾ സംസാരിച്ചത് കേരളത്തിന് പുറത്താണെങ്കിലും ഓണവും വിഷു അത്തരത്തിൽ ആഘോഷമെല്ലാം കേരളത്തെക്കാൾ കളറായി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. കേരളത്തിലേക്കാട്ടിലെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഡൽഹിയിൽ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളികളാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കളർഫുൾ ഓണം അവരാണ് ആഘോഷിക്കുന്നത്. ഈ പൂക്കളം തന്നെ അതിനൊരു സാക്ഷിയാണ്. അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ജനസമുദ്രം വന്ന് നിറയാൻ പോവുകയാണ്. വളരെ ഗംഭീരമായ രീതിയിൽ കളർഫുൾ ഡ്രസ്സ്, പല രീതിയിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ കേരളത്തെ മറന്നു പോവുകയാണ്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് കണ്ണൻ്റെ മുമ്പിൽ ഓണം ആഘോഷം. എങ്ങനെയുണ്ട് കേട്ടോ ഡൽഹിയിലെ ഓണാഘോഷം? എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്? ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഓണം ഇത് പറഞ്ഞാൽ ഡൽഹിക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഗംഭീരമായ പരിപാടികളാണ്. അതായത് ഒരു 7500-8000 പേർക്കുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ, പിന്നെ പൂക്കളം, അതേപോലെ കൾച്ചറൽ പരിപാടികൾ, തിരുവാതിര, നാടൻ കലാരൂപങ്ങൾ, എല്ലാവിധ അറേഞ്ച്മെന്റ്സും ഓൾറെഡി അറേഞ്ച്. ഓണത്തിന് നാട് മിസ് ചെയ്യാറുണ്ടോ? കേരളം വിട്ട പ്രവാസികൾക്ക്, പ്രവാസികളായ മലയാളികൾക്ക് സ്വന്തം ഒരു ഓണപ്പാട്ടോട് കൂടി അവസാനിപ്പിക്കാം. ശ്രാവണമേ ഈ വഴിയേ പൂവണി തേടി പോവുകയോ, കുറുമൊഴി മലരേ വിടരൂ, സുരബിലയാ തളിരുലകും താമരയിൽ, തളിരുലകും താമരയിൽ. താങ്ക് യു.
അത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തും ഓണം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. പൂക്കളമുണ്ട്, ഓണസദ്യ, ഒപ്പം മലയാളികളായിട്ടുള്ള ആളുകൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അത്രയധികം ആളുകൾ ഈ ഒരു ആഘോഷ പരിപാടികൾ പങ്കെടുക്കുന്നതിനായി ഒത്തുചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഈ ആഘോഷ പരിപാടികൾക്കൊരു വെല്ലുവിളിയാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴയും ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടുമെല്ലാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. രാജേഷ്, അശ്വതി. എന്തായാലും പ്രേക്ഷകരുടെ ഒരു കാര്യം, ഓണവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. എന്തായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ഒക്കെ വാർത്തകൾക്ക് ഒട്ടും പഞ്ഞമില്ല. എന്തായാലും അതുകൊണ്ട് വാർത്തകൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ മഴ പോലെയുള്ള കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പ് ആണെങ്കിൽ പോലും നമ്മളത് അറിഞ്ഞിരിക്കണം. യാത്രകൾ ചെയ്യുന്ന, അത്യാവശ്യ യാത്രകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഒന്ന് കണ്ണും കാതും ഒക്കെ ഒന്ന് കുറിപ്പിച്ച് വയ്ക്കുന്നതും നല്ലതായിരിക്കും, അല്ലേ? മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കേണ്ടതില്ലേ? തീർച്ചയായും നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ അപ്ഡേഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും പാലക്കാട്ടെ റെയിൽവേ വിഭജന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി UDF രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനോടൊപ്പം ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ഇന്ന് തിരുവോണ ദിനത്തിൽ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ ആസ്ഥാനത്ത് മുൻപിൽ നിന്നും കേരളത്തിലെ UDF MPമാർ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. MM രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ നല്ലൊരു ദിവസമാണ്, തിരുവോണ ദിവസമാണ്. ആ ദിവസം തന്നെ UDF തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ MPമാർ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ MPമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ഉപവാസ സമരം ആരംഭിച്ചോ? വിവരങ്ങൾ എന്താണ്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ UDF MPമാർ നേരത്തെ തന്നെ ഈ മംഗളൂരുവിനെ വിഭജിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് തിരുവോണ ദിനത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മംഗളൂരുവിനെ വിഭജിച്ചത് എന്നുള്ള ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ കേരളത്തോട് തുടരുന്ന ഒരു അവഗണനയുണ്ട്. ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ കഞ്ചിക്കോട് ഫാക്ടറി ഉൾപ്പെടെ നമുക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വിഭജനത്തോടു കൂടി 18 കിലോമീറ്റർ ദൂരം മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്ന സമയത്തും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേരളത്തിന് കൂടുതൽ നേടിയെടുക്കാനാകുന്ന കാര്യങ്ങൾ അത് പാർലമെൻറ്റിൽ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന് നേരത്തെ സർവേ നടത്തിയിരുന്ന വിവിധ പാതകളുണ്ട്. അത്തരത്തിലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ നിലമ്പൂർ ഉൾപ്പെടെ അധികം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നിലവിലെ കേരളത്തിലെ പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം, ഒപ്പം തന്നെ കൂടുതൽ മലബാറിലേക്ക് വേണ്ടുന്ന ട്രെയിനുകൾ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കൂടെ നേടിയെടുക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ കേരളത്തോട് തുടരുന്ന ഈ അവഗണനയ്ക്ക് പരിഹാരം കാണാനാകൂ എന്നുള്ള വിദഗ്ധ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് UDF ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. 2028 തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കർണാടകയിൽ അത് BJPക്ക് ഇത്തരത്തിലുള്ള മംഗളൂരുവിനെ മുറിച്ചു മാറ്റിയത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടും. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേട്ടമാണ് എന്നുള്ള ഒരു വിഷയം കൂടെയുണ്ട്. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനും തിരിച്ചടിക്കും കാരണമാകുമെന്നുള്ള തിരിച്ചറിവിൽ കൂടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. യെസ്, രാകേഷാണ് വാർത്തകൾ നമ്മോടൊപ്പം പങ്കുവച്ചത്. കാരണം ഈ റെയിൽവേ വിഭജനവുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ UDF കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര നിലപാടിനെതിരെ സമരം ശക്തമാക്കുന്നു. പക്ഷേ CPM പറയുന്നത് ഇത് ഇവിടെയല്ല സമരം നടത്തേണ്ടത്, കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്നാണ്. ഇത് അനാവശ്യ സമരമെന്നാണ് BJPയുടെയും ആക്ഷേപം. ഇനി എന്താണ്? നമ്മളിനി പോകുന്നത് കണക്റ്റിംഗ് വേൾഡിലേക്കാണ്. എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കി വരാം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെന്ന സൂചന. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഷീ ജിൻപിങ് എത്തുന്നത്. 400 പേരടങ്ങുന്ന സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ നടന്ന പ്രതിനിധി ചർച്ചയിൽ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ധാരണയായെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 7 വർഷത്തിന് ശേഷമാണ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. വ്യാപാരം, നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങിയ മേഖലകളിൽ ചർച്ച നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഷി ജിൻപിങ്ങിൻ്റെ യാത്രാ പദ്ധതികളിലും മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും അന്തിമ രൂപമായില്ല എന്ന് ചൈനീസ് വൃത്തങ്ങൾ അറിയിച്ചു.
ഇന്ധനവില പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ലോകം. ഹോർമുസ് ഉടൻ തുറന്നേക്കുമെന്നാണ് സൂചന. വിഷയത്തിൽ ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. താൽക്കാലിക ഇടനാഴി ഉടനെയെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി ഉടൻ ചർച്ച നടത്തും. ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ഒമാൻ അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക ഇടനാഴി സൃഷ്ടിക്കുന്നതും കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതും അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഓർമ്മകൾ, ഈ ഓണമെന്ന് പറയുമ്പോൾ ഓർമ്മകളുടെ ഒരു കാലം കൂടിയാണ്. എത്ര വലുതായാലും അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഈ ആംഗേഴ്സ് ഓൺലൈൻ റീഡേഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ പോലും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർക്കുന്നുണ്ടാവും. ഒരു പക്ഷേ പ്രേക്ഷകരായിരുന്നാലും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും അല്ലേ? എത്രത്തോളം ഓണം മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് മാറും, കോലവും മാറണമല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ഐതിഹ്യങ്ങളൊന്നും മാറുന്നില്ല. സമ്പദ് സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്ത് വെച്ച് മലയാളികൾ തിരുവോണ ആഘോഷത്തിലേക്കാണ്. കേരളീയർക്ക് ഓണം എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകളാണ്. പൂക്കളവും ഓണക്കോടിയും സദ്യയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഏവരും. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ പേശാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനൂർക്കും ഒക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ എന്തെങ്കിലും ചിരിച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അതന്നെ. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം നമുക്കൊരു കളികളൊക്കെ കളിക്കാറുണ്ട്. നമുക്ക് പൂക്കളാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതോടൊപ്പം സദ്യ കഴിക്കാറുണ്ട്. അടിപൊളി സദ്യയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു തിരുവാതിരക്കളിയൊക്കെ വരാറുണ്ട്. നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമ്മളെന്താ ചേച്ചി ചെയ്യാറുള്ളത്? നമ്മൾ തിരുവാതിരയൊക്കെ കളിച്ച് അടിപൊളിയാക്കാറില്ലേ? അപ്പം നമുക്കൊരു തിരുവാതിരയൊക്കെ കളിച്ചാലോ? ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി ഇനി നമുക്കൊരു തിരുവാതിരക്കളി ആയാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിലെ പുലിക്കുട്ടികളാണ് ഓണം ആഘോഷിച്ചത്. ഓണം വൈബിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും അവരുടെ ഓണം കണ്ടല്ലോ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുന്ന ആങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ന്യൂസ് റീഡേഴ്സിൻ്റെ ഓണം ഓഫീസിൽ തന്നെയാണ്. പിന്നെ ഈ സാധാരണ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ വീട്ടിലെന്തെങ്കിലും സദ്യവട്ടം ഒരുക്കാനൊക്കെ തയ്യാറെടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ, തയ്യാറെടുക്കാത്ത ആൾക്കാർ ഇതുപോലെ വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നുമുണ്ട് അല്ലേ? അതെ, ഓണവിശേഷങ്ങൾ കഴിയുന്നില്ല രാജേഷ്. എന്തായാലും നമുക്കൊരു അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഓണവിശേഷങ്ങളുമായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ സൈജു കുറുപ്പിനൊപ്പം അഖില കൃഷ്ണൻ ചേരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടും മടങ്ങി വരാം. നമസ്കാരം. ഓണക്കാലമാണ്. എല്ലാ ദിവസവും നമുക്ക് അതിഥികളും ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള അതിഥി മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരാളാണ്. ഗൗരവമുള്ള ചില കഥാപാത്രങ്ങളിലൂടെ അഭിനയം തുടങ്ങുകയും പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം. പുതിയ സിനിമകളുടെ വിശേഷം, ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സൈജു കുറുപ്പ്. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഓണക്കാലമാണ്. ഓണമായതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ കുറച്ച് കൂടുതലുള്ള സമയമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കായിരിക്കുമല്ലോ ഈ സമയത്തൊക്കെ. എങ്ങനെയാണ് സൈജുവിൻ്റെ ഒരു ഓണക്കാലം? എങ്ങനെയാണ്?
ഓണക്കാലം കൂടുതലും ഞാൻ ഈ ബാല്യകാലത്തിലെ ഓണമാണല്ലോ നമുക്ക്. അതെ അതെ, ഇല്ലില്ല, അവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഈ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള മലയാളികളെക്കാളും കൂടുതൽ ഭീകരമായിട്ട് ഓണവും വിഷുവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർ. നമ്മൾ നാഗ്പൂരിൽ മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു 10-20 ഫാമിലീസ് കാണും. അപ്പോൾ ഈ ഓണം ഒരു 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ്. വീക്കെൻഡ്സിലല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ ഓഫീസിൽ പോകണം. അപ്പോൾ സാറ്റർഡേ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് മിക്കവാറും പേര്, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഹോളിഡേ. സാറ്റർഡേ ലഞ്ച് ഒരു ഫാമിലിയുടെ വീട്ടിൽ, അവിടെ ഈ 20 ഫാമിലിയിലെ പിള്ളേരും അച്ഛനമ്മയും എല്ലാവരും അവിടെ കൂടും. അങ്കിൾമാരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ചീട്ടുകളിയും പരിപാടിയൊക്കെ, അമ്മമാരൊക്കെ ഇരുന്ന് ഒരു സ്ഥലത്ത്, പിന്നെ പിള്ളേരെല്ലാവരും കൂടെ കളിക്കൽ, അതുപോലെ പിന്നെ ഡിന്നറിനൊരു സ്ഥലത്ത്. അപ്പം ഒരു വീക്കെൻഡ് വന്നാൽ സാറ്റർഡേ സൺഡേ കൊണ്ട് 4 ഫാമിലീസ് കവർ ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. സോ അതായിരുന്നു നമ്മുടെ ഓണം. എനിക്ക് കൊച്ചിലെ ഈ ക്രിസ്മസ് വരുന്നതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോഴാണ് ഈ നോൺ വെജ് കഴിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ ഓണവും വിഷുവൊന്നും അങ്ങനെ ഇത് നോൺ വെജ് ഇല്ലല്ലോ. ക്രിസ്മസ് വരുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം വർഗീസങ്ങളുടെ വീട്ടിൽ പോയി ഡിന്നർ കഴിക്കുക, പീറ്ററങ്ങളുടെ വീട്ടിൽ പോയി ലഞ്ച് കഴിക്കുക, ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു സമയമായിരുന്നു. സോ ഓണം ആസ് സച്ച്, ഓണത്തിന് പല കലാപരിപാടികളും അവിടെ നടക്കുമായിരുന്നു. എല്ലാവരും പങ്കെടുക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. ഒരു 3 ഞങ്ങൾ ഏകദേശം ഒരേ പ്രായമുള്ള ഞങ്ങൾ 3 ആൺപിള്ളേർ, സെക്കൻഡിലോ തേർഡിലോ ആയിരുന്നു ഞാൻ. ഒരു മലയാളം പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ചെപ്പ് വിൽക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞ പാട്ടിൽ. അതൊരു പിഷാരടി ആൻറ്റി ഉണ്ടായിരുന്നു. പിഷാരടി ആൻറ്റിയാണ് അത് ഡാൻസ് അറിയാവുന്ന ഒരാളാണ് കമ്പോസ് ചെയ്ത് തന്നത്. അപ്പം അതിനകത്ത് മറ്റേ മുണ്ടും തലയൊക്കെ തോർത്ത് കെട്ടി അങ്ങനെ എന്തായിരുന്നു, ചെപ്പ് വലിക്കുന്ന ചങ്ങായി. അത് മാത്രമാണ് ഞാൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. സിനിമയ്ക്ക് മുമ്പ് സിനിമയിൽ വന്നിട്ടും ഞാൻ സ്റ്റേജിൽ എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ക്യാമറ മുമ്പിൽ അഭിനയിക്കാം, പക്ഷേ ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് ഞാൻ ഈ അടുത്ത് ഒരു ചാനലിൻ്റെ പരിപാടിക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ സ്കിറ്റിൽ ഞാൻ പങ്കെടുക്കേണ്ടി വന്നു. അത് ചെയ്തു ഞാൻ. പക്ഷെ അത് ഒരു ഭയങ്കര, ഞാനൊരു ഫുൾ കോൺഫിഡൻസ് ഇല്ല എനിക്കത്. അമ്മ അസോസിയേഷനിലൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും അതാണ് ഒരു അവസരമല്ലേ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് ഇതിലേക്ക് വരാനും കൂടി. സ്റ്റേജ് ഫിയർ ഒക്കെ മാറാൻ, ഫിയർ എന്നല്ല അതിന് പറയേണ്ട ഒരു. എനിക്ക് ആ സ്റ്റേജ് ഫിയർ മാറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ എന്നെ അഭിനയത്തിൽ ആ ഫിയർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ഇമോഷൻസ് ഇമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഫിയർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫിയർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ഏരിയാസ് ചിലപ്പോൾ എൻ്റെ വീക്കാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതേപടി നിലനിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾക്കത് പറഞ്ഞാൽ അത് കിട്ടുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ അത് ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ഡ്രോബാക്ക് ആയിരിക്കും. പക്ഷേ ആ ഡ്രോബാക്ക് അത് വേറൊരു രീതിയിൽ എനിക്കത് അഭിനയത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് ഓണം പറഞ്ഞു നാഗ്പൂരിലെ, പക്ഷേ സിനിമാ സെറ്റിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും സെറ്റിലായിരിക്കും ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുക അല്ലേ? കൂടുതലും അല്ല, ഇപ്രാവശ്യം സെറ്റിലായിരിക്കണം. 2-3 പ്രാവശ്യം അത്രയേ ഉള്ളൂ. ഇത്തരം സിനിമകൾ ചെയ്തതിൽ 2-3 പ്രാവശ്യം. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര കോയിൻസിഡൻസ് ആണ്, ഞാൻ മിക്കവാറും വീട്ടിലായിരിക്കും. പരമാവധി വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്? അങ്ങനെയാണ്? ശ്രമിക്കാറില്ല. ഇല്ല. ഒന്നില്ല ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എത്തും. അങ്ങനെ വീട്ടിൽ തന്നെ എത്തിയിട്ട് അത് എൻ്റെ വീട്ടുകാർക്ക് നിർബന്ധമില്ല. ഇപ്പം കൂടുതലിപ്പം ഭാര്യയൊക്കെ ഓക്കെ സോ കോൾഡ് ന്യൂ ജനറേഷൻ ആണല്ലോ. ഐ മീൻ അമ്മയച്ഛനൊക്കെ ആണല്ലേ ഇതാണ് വീട്ടിലെങ്ങനെയെങ്കിലും വരണം, നമുക്ക് എല്ലാവർക്കും കൂടെ ഓണം. പക്ഷേ എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ അമ്മയച്ഛനും അമ്മയൊക്കെ ഒന്നും അങ്ങനെ ഇതൊന്നുമില്ലായിരുന്നു. എവിടെയാണ് അവിടെ ഓണം ആഘോഷിക്കുക, എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം. അല്ല, എല്ലാവരും കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് ഇപ്പം ജോലിക്കാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ കൺസെപ്റ്റ് അതാണ്. പിന്നെ ഈ ജോലി നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ. ഫെസ്റ്റിവൽസ് ഇനിയും വരും, പക്ഷെ ജോലി ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഡ്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇനി എൻ്റെ അടുത്ത ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കഥാപാത്രം ഇതായിരിക്കും, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടോ? അങ്ങനെ ഒരു ഡ്രീം ഒരു 10 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വളരെ അമച്വർ ആയിട്ടുള്ളൊരു ഡ്രീമായിരുന്നു. അതായത് വേറെ ആക്ടേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അതുപോലത്തെ ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം. അതിൽ കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക്
കുറേ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കിട്ടി. ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. വേരിഡ് കഥാപാത്രങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ചില കഥാപാത്രങ്ങൾ എനിക്കറിയാം എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ എടുക്കാറില്ല. അതെൻ്റെ സ്വപ്നത്തിലില്ല. പക്ഷേ സ്വപ്നത്തിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സ്വപ്നത്തിലുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷേ സിനിമകൾ എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമകൾ ഉണ്ടാവണം. ജോലി ഉണ്ടായാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എവിടെ എന്താണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു എയിം ഇല്ല. ഈ ഗുഡ് ഓൾഡ് മെമ്മറീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നേരത്തെ നാഗ്പൂരിലെ ഓണം ഓർമ്മകൾ പറഞ്ഞു, സിനിമാ സെറ്റിലെ അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഓണം ഓർമ്മയുണ്ടോ? ഡാൻസ് കളിച്ചതല്ലാതെ. ഇല്ല, അങ്ങനെ ഒരു ഭയങ്കര ഒരു മേജർ സാധനങ്ങളൊന്നും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഓണക്കാലത്ത് നടന്ന രസകരമായ കാര്യങ്ങളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓണം പക്ഷേ ഒരു രസമായിരുന്നു. ഗെറ്റ് ടുഗദേഴ്സും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സും ഇപ്പം അതൊന്നും അങ്ങനെ ഇല്ലല്ലോ. എപ്പോഴെങ്കിലും മിസ് ചെയ്തിരുന്നോ നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല? അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു നാട്ടിൽ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കാം, അങ്ങനെ കുറച്ച് നാഗ്പൂർ കുറച്ചുകൂടി മെട്രോ ടൗൺ ആണല്ലോ, അതിൽ അത്ര പോസിബിൾ. ഞാൻ ഈ പറഞ്ഞത് നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള കാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഈ മറ്റേ ചെപ്പ് വിൽക്കുന്ന ചങ്ങായിയൊക്കെ ഞാൻ പറഞ്ഞത്. അതുകഴിഞ്ഞിട്ട് 7ാം ക്ലാസ് തൊട്ടാണ് ഞാൻ നാഗ്പൂരിലേക്ക്, ദ സിറ്റി നാഗ്പൂർ. പക്ഷെ അവിടെയും ഈ CPWD ക്വാർട്ടേഴ്സ് ആയിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് താമസിക്കുന്നത്. അപ്പം ക്വാർട്ടേഴ്സിൽ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പിള്ളേരും ഒക്കെ ആയിട്ട്. അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ഞാൻ. ഓണക്കാലം ഞാൻ മിസ് ചെയ്തിട്ടില്ല കേരളത്തിൽ. എനിക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു ദിവസം മുഴുവൻ ട്രെയിനിൽ വെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ്റെ ചേച്ചി അമ്മിണിയമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മിണിയമ്മ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്, ഞങ്ങൾ അമ്മിണിയമ്മ തന്നെ വിളിക്കും. ഭയങ്കര സ്നേഹമുള്ളൊരു ലേഡിയായിരുന്നു. അപ്പോൾ ഇപ്പം ഇല്ല. അപ്പോൾ അമ്മിണിയമ്മയും അമ്മിണിയമ്മയുടെ മകൻ രാജു ചേട്ടനും. അപ്പോൾ ഇവരെ രണ്ടുപേരും പിരിയുന്നതായിരുന്നു എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കേരള എക്സ്പ്രസ്സിൽ പോകുമ്പോഴത്തേക്കും ഈ എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കരച്ചിലാണ്. പിന്നെ നാഗ്പൂരിലെത്തി കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോഴാണ് പിന്നെ പതുക്കെ ഇവരെ മറക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് കേരളത്തിൽ വരുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. വെച്ചാൽ വർഷത്തിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ലേ വരുന്നുള്ളൂ. പക്ഷേ വരുന്ന സമയത്ത് തന്നെ ഈ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് സങ്കടമാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെന്നെ ഇങ്ങനെ വേട്ടയാടുമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഇല്ല, അമ്മിണിയമ്മയില്ല, രാജുചേട്ടനും ഇല്ല. ബട്ട് ഭയങ്കര സ്നേഹമുള്ള രണ്ടുപേരായിരുന്നു. അവരുടെ കൂടെയാണ് ഈ കൊച്ചിലെ ഞങ്ങൾ താമസിച്ചിരുന്നത്. അച്ഛൻ നാഗ്പൂരിലായിരുന്നു. അപ്പോൾ ചേച്ചി ഇവിടെ പഠിക്കുമായിരുന്നു ചേർത്തലയിൽ. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും അമ്മിണിയമ്മയും രാജുചേട്ടനും കൂടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഇവരുടെ കൂടെയാണല്ലോ വളർന്നത്. അപ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് അമ്മയുടെ കൂടെ കിടക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് അമ്മിണിയമ്മയുടെ കൂടെ കിടക്കാനായിരുന്നു. അമ്മിണിയമ്മ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. അതൊക്കെയാണ് മെമ്മറീസ്. ഓക്കെ, ഏതായാലും ഓണക്കാലമാണ്. നമ്മുടെ പ്രേക്ഷകരോട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പ്രേക്ഷകരോട് എന്നും നന്ദിയേ ഉള്ളൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ ക്ലീഷയായിട്ടുള്ളൊരു ഡയലോഗാണെന്നറിയാം. പക്ഷേ എന്നാലും നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. എല്ലാ പ്രേക്ഷകർക്കും, അമൃത TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും. രാജേഷ്, ഉപ്പില്ലാതെ എന്ത് കഞ്ഞി എന്ന് ചോദിക്കുന്ന പോലെയാണല്ലേ സദ്യ ഇല്ലാതെ എന്ത് ഓണം എന്നുള്ളതാണ്. എന്തായാലും തിരുവോണ നാളിൽ നാടൊട്ടുക്ക് മലയാളികൾ വിഭവ സമൃദ്ധമായ ഓണസദ്യ ഉണ്ണുമ്പോൾ വേറിട്ടൊരു ആചാര കഥയാണ് ആറന്മുളയ്ക്ക് പറയാനുള്ളത്. നൂറ്റാണ്ടുകളായി അന്നേ ദിവസം മുതിർന്ന കാരണവന്മാർ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്ന 3 കുടുംബങ്ങളുണ്ട് ഇവിടെ. ജലപാനം പോലും ഉപേക്ഷിച്ച ഇവർ ഈ വ്രതം നോൽക്കുന്നതിന് പിന്നിലെ ഐതിഹ്യവും വിശേഷങ്ങളും ഒന്ന് കണ്ടുവരാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ തെക്കേടത്ത്, പുത്തേഴത്ത്, ചെറുകര കുടുംബങ്ങളിലെ കാരണവന്മാരാണ് തിരുവോണനാളിൽ വിഭവസമൃദ്ധമായ സദ്യ ഉപേക്ഷിച്ച് ഉണ്ണാവ്രതമനുഷ്ഠിക്കുന്നത്. തിരുവോണനാളിൽ രാവിലെ മുതൽ ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിയുന്നതുവരെ ഇവർ ജലപാനം പോലും ഉപേക്ഷിച്ച് വ്രതം നോൽക്കുന്നു. അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ശാന്തിക്കാർ പ്രത്യേകമായി എത്തിച്ചു നൽകുന്ന നേദ്യം കഴിച്ചാണ് ഇവർ വ്രതം അവസാനിപ്പിക്കുന്നത്. ഈ കഠിന വ്രതത്തിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഓണനാളുകളിൽ കരക്കാർക്ക് നെല്ലളന്നു നൽകിയിരുന്നത് ഈ കാരാഴ്മ തറവാട്ടുകാരായിരുന്നു. അങ്ങനെ ഒരിക്കൽ നെല്ല് വാങ്ങാനെത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീ കനത്ത മഴ കാരണം
തറവാട്ടുവളപ്പിലേക്ക് കയറാനാകാതെ പടിപ്പുരയ്ക്ക് പുറത്തു കിടന്ന് തണുത്തു വിറച്ചു മരിക്കാനിടയായി. തുടർന്ന് ഈ കുടുംബങ്ങളിൽ തുടർച്ചയായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നടത്തിയ ദേവപ്രശ്നത്തിലാണ് ദൈവകോപം കണ്ടെത്തിയത്. ഇതിനായുള്ള പ്രായശ്ചിത്ത പരിഹാരമായാണ് തിരുവോണനാളിൽ തറവാട്ടിലെ കാരണവന്മാർ ഉണ്ണാവൃതമാചരിക്കണമെന്ന് വിധിച്ചത്. അളന്ന് നെല്ല് കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഈ ഇല്ലങ്ങളിലെ കാരണന്മാർക്കായിരുന്നു. അവരുടെ അനർത്ഥം കൊണ്ടല്ലേ ഇതുണ്ടായത്. അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ഈ പാവപ്പെട്ടവരവിടെ മൂല വന്ന് വീണ് നെല്ല് കിട്ടാതെ വന്ന് അവിടെ നിന്ന് വീണ് മരിച്ചു പോയി. അന്നേരം അതിന് പ്രായശ്ചിത്തമായിട്ട് ഇതേ ഉള്ളു മാർഗം ഉണ്ണാവൃതം. ഈ 3 കുടുംബങ്ങളിലെയും കാരണവന്മാർ ഉണ്ണാവൃതമായിരിക്കുക എന്നന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞ അങ്ങനെ അതിപ്പോഴും ആചരിച്ചു വരുന്നു. പ്രായാധിക്യം മൂലം കഷ്ടതകളുണ്ടെങ്കിലും സാധിക്കുന്നത്ര കാലം ആചാരം തുടരാൻ തന്നെയാണ് മുതിർന്ന കാരണവന്മാരുടെ തീരുമാനം. അത് കാലാവധിയൊന്നുമില്ല, നോക്കാവുന്നിടത്തോളം നോക്കുക. ഏതെങ്കിലും കാരണവശാൽ വ്രതം മുടങ്ങിയാൽ വീണ്ടും കുടുംബങ്ങളിൽ അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കാലം എത്ര മാറിയെങ്കിലും ഇന്നും ഈ ഇല്ലങ്ങളിലെ കാരണവന്മാർ ഭക്തിയോടെയും കൃത്യതയോടെയും ഈ ഓണമുണ്ണാവ്രതം തുടർന്നു പോരുന്നു. ഓണമെന്നാൽ മലയാളികൾക്ക് സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും നാളുകളാണ്. എന്നാൽ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തും തലമുറകളായി കൈമാറി വന്ന ആചാരങ്ങൾ അതേപടി പിന്തുടർന്നും തിരുവോണം ആഘോഷിക്കുകയാണ് ആറന്മുളയിലെ ഈ തറവാടുകൾ. ക്യാമറമാൻ രതീഷ് മഴബേശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. രാജേഷ്, അത് തന്നെയാണ്. കാലം എത്ര മാറിയാലും അല്ലെങ്കിൽ ഓണം എത്ര മാറിയാലും ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഒരിക്കലും മാറില്ല എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ട അമൃത TV പ്രേക്ഷകരെ, ഓണം എന്നത് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെയും സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കുന്നതിൻ്റെയും വലിയ മനോഹരമായ ഒരു ആഘോഷമാണ്. ഈ ഓണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും മൈജി കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി. ഹാപ്പി ഓണം. ഇനി കായിക വാർത്തകൾ നോക്കാം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുകയാണ്. ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇനി 38 റൺസ് കൂടി വേണം. ഇന്ത്യയുടെ 503 റൺസ് പിന്തുടരുന്ന ലങ്ക ഇന്നലെ കളി നിർത്തുമ്പോൾ 8-ന് 265 റൺസ് എന്ന നിലയിലാണ്. രാജേഷ്, സമയം 8 മണിയായിരിക്കുന്നു അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമാണ്. പക്ഷേ ഓണവിശേഷങ്ങൾ തീരുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊന്നോണ ദിന ആശംസകൾ നേരുന്നു. മാത്രമല്ല ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വരും ദിവസങ്ങളും ഈ ഓണത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വാർത്താ പ്രഭാതം തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വരും മണിക്കൂറുകളിൽ എല്ലാ അപ്ഡേഷനോടുകൂടിയുള്ള വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരിക്കും. നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.